നമസ്കാരം. കഴിഞ്ഞ 2-3 വീഡിയോകളായി പുനർജന്മത്തെ പറ്റിയായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തിനാണ് ഈ വിഷയത്തിൽ ഒന്നിലധികം വീഡിയോകളെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണത്തിലേക്കാണ് വരുന്നത്. ഒരു കുഞ്ഞിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് അഷ്ടാംഗ ഹൃദയക്കാരനായിരുന്ന വാഗ്ഭടാചാര്യൻ പറയുന്നത്, ശുദ്ധേ ശുക്രാർത്തവേ സത്വസ്വ കർമ്മക്ലേശ ചോദിത ഗർഭസംബന്ധിതയെ യുക്തിവശാത് അഗ്നിരിവാരണോ എന്നാണ്. ഗർഭ ഉത്പത്തി അല്ലെങ്കിൽ സൃഷ്ടി ഉൽപ്പത്തിയെ യജ്ഞസമാനമായ ഒരു കർമ്മമായിട്ടാണ് വാഗ്ഭടാചാര്യൻ പറയുന്നത്. എങ്ങനെയാണോ യുക്തിയാൽ അരണികടഞ്ഞ് അഗ്നി ഉണ്ടാകുന്നത്, അപ്രകാരമാണ് ഗർഭോത്പത്തി എന്ന ഉപമ എത്രത്തോളം അർത്ഥവ്യാപ്തിയോടെയാണ് ആചാര്യൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പിന്നീട് വിശദമാക്കാം. യുക്തി എന്ന പദം യുജ് ധാതു, യുജിന്റെ അർത്ഥം യോജിപ്പിക്കുക, സമന്വയിപ്പിക്കുക, ചേർത്ത് വെക്കുക എന്നിവയൊക്കെയാണ്. അപ്പോൾ ബുദ്ധിപൂർവമായൊരു യോജിപ്പിക്കലാണ് യുക്തി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വകർമ്മക്ലേശ ചോദിതനായ ജീവാത്മാവ് ശുക്രചോദന സംയോഗം അഥവാ സൈഗോട്ടിൽ പ്രവേശിക്കുമ്പോൾ ഗർഭോത്പത്തി ഉണ്ടാകുന്നു. ഇങ്ങനെയെന്നാൽ യുക്തിയാൽ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാകുന്നത് പോലെ ഈ അഗ്നി എന്ന പദമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ശാസ്ത്ര തത്വങ്ങളെ അംഗീകരിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. എന്താണ് സിങ്ക് സ്പാർക്ക് അല്ലെങ്കിൽ സിങ്ക് ഇലൂമിനേഷൻ? ഗർഭോത്പത്തിയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രകാശകിരണത്തെ പറ്റിയുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നു. സ്പേം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഫോസ്ഫോലിപ്പേസ് ജി സീറ്റ എന്നുള്ളത് സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ ഓവത്തിലുള്ള കാൽഷ്യം തരംഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും അതുവഴി സിങ്ക് അയോൺസ് ഈ ഒരു സൈഗോട്ടിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നു. അതൊരു പ്രകാശമായിട്ടാണ് പ്രവഹിക്കുന്നത്. എത്രത്തോളം പ്രകാശത്തിന് തീവ്രത കൂടുന്നു അത്രയും ആരോഗ്യവാനായി ശിശു ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. യുക്തിവശാൽ അഗ്നിരിവാരണോ ആപ്തവചനമാണല്ലോ, തെറ്റാൻ സാധ്യതയില്ല. ആപ്താചിഷ്ട വിബുദ്ധാസ്തി തേഷാം വാക്യം അസംശയം. ആപ്തനെ പറ്റി മുൻപൊരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗർഭധാരണത്തെ ആയുർവേദം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, വളരെ ശ്രദ്ധയോടെയും ഉത്തരവാദിത്തോടെയും ചെയ്യേണ്ട ഒരു കർമ്മമായിട്ടാണ് വിവക്ഷിക്കുന്നത്. കാരണം പുതിയ തലമുറയുടെ നിർമ്മാണമാണ്. അറിയാമല്ലോ ഇന്നത്തെ സാമൂഹിക അവസ്ഥ. പുതിയ തലമുറയുടെ ചിന്താഗതികളെയും ജീവിത രീതികളെയും പറ്റി വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന്, സ്വകർമ്മക്ലേശ ചോദിതനായിട്ടുള്ള ജീവാത്മാവ് സ്വന്തം കർമ്മഫലത്തിന്റെ ക്ലേശം അഥവാ ദുഃഖത്താലാണ് ഈ ഒരു ജീവാത്മാവ് ശുക്രചോദന സംയോഗം അഥവാ സൈഗോട്ടിലേക്ക് പ്രവേശിച്ച് ഗർഭോത്പത്തി ഉണ്ടാകുന്നത് എന്നാണ് ആചാര്യൻ പറയുന്നത്. ഈ വിഷയത്തെ പറ്റിയുള്ള വിശദാംശങ്ങൾ തുടർന്നുള്ള വീഡിയോകൾ ചെയ്യാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.